Hi everyone, welcome to I+ Training Solutions. Hope you're doing good. സോ നമ്മളുടെ യൂണിറ്റ് 4 റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ്റെ ഏകദേശം നമ്മൾ ആ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരുന്നു ക്ലാസ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് ചോദിച്ച് വന്നതും ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The Tefaga movement took place in Bengal, providing share of the total produce for the sharecroppers amounting to. അതിൻ്റെ അളവാണ് ചോദിക്കുന്നത്. തേഫാഗ മൂവ്മെൻറ്റുമായിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു അളവ്. The Tefaga movement took place in Bengal, providing share of the total produce for the sharecroppers amounting to. എത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അവരുടെ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ എത്ര ആയിരുന്നു കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. The Tefaga movement took place in Bengal, providing share of the total produce for the sharecroppers amounting to 2/3 of the total produce. അവർ അതുവരെ വാങ്ങിച്ചുകൊണ്ടിരുന്ന എത്രയാണ്? ഇപ്പം 2/3 ഭാഗവും അവർക്ക് വേണം എന്നുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷെ അത്രയും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ആ ഒരു റവല്യൂഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത്, തേഫാഗ മൂവ്മെന്റ്. അപ്പം 2/3 ഓഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ആണ്. ആ ഒരു കണക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ്: Given below are two statements, one labeled as assertion and the other as reason. Assertion reason question ആണ്, type of question ആണ്. Gated enclaves represent high income group residential areas. അതാണ് assertion. Then reason: only rich can afford to live in such enclosures. അപ്പം നമുക്ക് ഉള്ള ഓപ്ഷൻസ് both A and R are true and R is the correct explanation of A. നിങ്ങൾ ശ്രദ്ധിച്ച് അത് വായിക്കുക. എയും ആറും ട്രൂ ആണ്. R is the correct explanation of A എന്നാണ് പറയുന്നത്. Then next: both A and R are true but R is not the correct explanation of A. രണ്ടും ശരിയാണ്, പക്ഷെ R അല്ല ഈ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. Then A is true but R is false. A ശരിയാണ്, R തെറ്റാണ്. Then അതിൻ്റെ ഓപ്പോസിറ്റ്, A is false but R is true. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഒക്കെ പഠിച്ചതല്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണിത്. നോക്കിയേ, കിട്ടുന്നുണ്ടോ? ഓക്കെ, both A and R are true and R is the correct explanation of A. അതാണ്. ഗേറ്റഡ് എൻക്ലേവ്സ് റെപ്രസെന്റ് ഹൈ ഇൻകം ഗ്രൂപ്പ് റെസിഡൻഷ്യൽ ഏരിയാസ്. ശരിയാണ്. ഗേറ്റഡ് എൻക്ലേവ്സ് എന്ന് പറയുന്നത് ഒരു ഹൈ ഇൻകം ഗ്രൂപ്പ് റെസിഡൻഷ്യൽ ഏരിയാസ് തന്നെയാണ്. ഒൺലി റിച്ച് ക്യാൻ അഫോർഡ് ടു ലീവ് ഇൻ സച്ച് എൻക്ലോഷേഴ്സ്. റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുമല്ലോ. എല്ലാവർക്കും ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി അവർക്ക് കിട്ടുക എന്നുള്ളതല്ലേ. അപ്പം റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ക്ലിയർ? Then next: which of the following is not an attribute of rural society? ഇതിൽ ഏതാണ് റൂറൽ സൊസൈറ്റിയുടെ ഒരു ആട്രിബ്യൂട്ട് അല്ലാത്തത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. വിച്ച് ഈസ് നോട്ട്. നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ, ഞാൻ കഴിഞ്ഞ യൂണിറ്റിന്റെ ഡിസ്കഷനിലും പറഞ്ഞതാണ്, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പം ഓപ്ഷൻസ് വായിക്കുന്നതിന് മുമ്പ് ആദ്യം ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കുക. വിച്ച് ഈസ് നോട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ശരിയായിട്ടുള്ളത്, ചിലപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. വിച്ച് ഈസ് നോട്ട് ആൻ ആട്രിബ്യൂട്ട് ഓഫ് റൂറൽ സൊസൈറ്റി. ഇതിൽ റൂറൽ സൊസൈറ്റിയുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ, ആട്രിബ്യൂട്ട് അല്ലാത്തൊരു കാര്യം ഏതാണെന്ന്: ഒന്ന് പ്രീഡോമിനൻസ് ഓഫ് നാച്ചുറൽ എൻവയോൺമെന്റ്, അഗ്രേറിയൻ എക്കോണമി, മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രി, ജോയിന്റ് ഫാമിലി. ഇതിൽ അഗ്രേറിയൻ സൊസൈറ്റി അല്ലെങ്കിൽ റൂറൽ സൊസൈറ്റിയുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഏതാണ്? ഓപ്ഷൻ സി, മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രി. കാരണം മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രി കൂടുതലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്, അർബൻ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഈ മിച്ചമുള്ള മൂന്നെണ്ണം, പ്രീഡോമിനൻസ് ഓഫ് നാച്ചുറൽ എൻവയോൺമെന്റും അഗ്രേറിയൻ എക്കോണമിയും ജോയിന്റ് ഫാമിലി സിസ്റ്റം, ഇതെല്ലാം റൂറൽ സൊസൈറ്റിയുടെ ഭാഗമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്: ചൂസ് ദ റോങ് ആൻസർ റിഗാർഡിംഗ് കാസ്റ്റ് ട്രൈബ് സെറ്റിൽമെന്റ്സ്. കാസ്റ്റ് ട്രൈബ് സെറ്റിൽമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് റോങ് ആയിട്ടുള്ള ആൻസർ. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കുക, റോങ് ആയിട്ടുള്ള ആൻസർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. It represents unique socio-cultural formations where two distinct social groups, castes and tribes, coexist within the same geographical area. Then caste tribe settlements refers to the regions or localities where both caste-based and tribal communities reside in close proximity to each other. Conflicts over land ownership is absent. Economic interactions between different groups may result in exchange of goods, services and labor contributing to local economies. അപ്പം ട്രൈബ് സെറ്റിൽമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ളത് നമുക്കത് വായിക്കുമ്പോൾ തന്നെ അറിയാം. ഏതാണ്? ഓപ്ഷൻ സി ആണ്. കോൺഫ്ലിക്ട്സ് ഓവർ ലാൻഡ് ഓണർഷിപ്പ് ഈസ് ആബ്സെന്റ്. അത് തെറ്റാണ്. കാരണം
ട്രൈബ്സിൻ്റെയും ട്രൈബൽ കാസ്റ്റ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് അവിടെ. എന്തിൻ്റെ പേരിലുള്ള, ലാൻഡ് ഓണർഷിപ്പിൻ്റെ പേരിലുള്ള കോൺഫ്ലിക്റ്റ് എപ്പോഴും സംഭവിക്കുന്നുണ്ട്. അത് ആബ്സെൻ്റ് ആണെന്ന് പറയുന്നത് തെറ്റാണ്. ട്രൈബ് സെറ്റിൽമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യം, ഈ കോൺഫ്ലിക്ട്സ് ഓർ ലാൻഡ് ഓണർഷിപ്പ് ഈസ് ആബ്സെൻറ്റ് എന്നുള്ളത് തെറ്റാണ്. ഇറ്റ് ഈസ് പ്രസൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കിയേ, നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഇത് സമീന്ദാരി സിസ്റ്റം ഉണ്ട്, റയത്ത് വാരി സിസ്റ്റം ഉണ്ട്, മഹൽവാരി സിസ്റ്റം ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 3 ലാൻഡ് ടെന്യൂർ സിസ്റ്റംസ് ആണ്. ഇതിൽ ഏത് സ്ഥലത്താണ് ഇത് തുടങ്ങിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക. ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് മഹൽവാരി സിസ്റ്റം ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വേറൊരു എണ്ണമായിരിക്കും. നമ്മളെല്ലാം ഓർത്തിരിക്കുക എന്നുള്ളതല്ല, നമുക്ക് ഇതിൽ നിന്ന് ഉത്തരത്തിലോട്ട് എത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം നിങ്ങൾ നോക്കി, ഇതിൽ നിന്ന് ഏതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഏതൊക്കെ എടുത്ത് മാറ്റി നിർത്തി നമുക്ക് ഒരു ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും എന്ന് നിങ്ങൾ നോക്കി. ഓക്കെ, അപ്പം ഏതാണ് സമീന്ദാരി സിസ്റ്റം? എവിടാണ് സമീന്ദാരി സിസ്റ്റമാണ് തുടങ്ങുന്നത് തന്നെ. സമീന്ദാരി സിസ്റ്റം വെസ്റ്റ് ബംഗാളാണ്. സമീന്ദാരി സിസ്റ്റം ഇതിൽ ബി വരുന്ന ഏതൊക്കെയാണ്? ഓപ്ഷൻ എയും സിയും. സോറി, 2 ഓപ്ഷൻസ് കൃത്യമായിട്ട് സെയിം ഓപ്ഷനാണ്, എയും സിയും. ഓക്കെ, അത് ഓപ്ഷനിലുണ്ട് വെച്ച ഒരു തെറ്റാണ്. ഇവിടെ വേറൊരു ഓപ്ഷൻ ആയിരുന്നു വരേണ്ടത്, സോറി, അത് വെച്ചപ്പോഴുള്ള മിസ്റ്റേക്കാണ്. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം സമീന്ദാരി സിസ്റ്റം എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. ഓക്കെ, റയത്ത് വാരി സിസ്റ്റം തമിഴ്നാടാണ്. റയത്ത് വാരി സിസ്റ്റം ആണ് രണ്ടാമത് വരുന്നത്. നമ്മൾ പഠിച്ചതാണ് സമീന്ദാരി സിസ്റ്റം വെസ്റ്റ് ബംഗാൾ, അതായത് നേരിട്ട് സമീന്ദാസ് ആയിരുന്നു അവിടെ ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതേസമയം റയത്ത് വാരി സിസ്റ്റം ആയപ്പോഴത്തേക്ക് ആ ഇടനിലക്കാർ എന്നുള്ള ഒരു കാര്യം മാറ്റി നമ്മൾ പഠിച്ചതാണ്. അവിടുന്ന് റയത്ത് വാരി സിസ്റ്റത്തിൽ ഡയറക്റ്റ് ഗവൺമെന്റിനായിരുന്നു പെസൻസ് അടയ്ക്കുന്നത്. ദെൻ നെക്സ്റ്റ് മഹൽവാരി സിസ്റ്റം, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ആണ്. മഹൽവാരി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മഹലായിട്ട്, ഓരോ ഗ്രാമങ്ങൾ, മഹൽ മീൻസ് വില്ലേജ്, ഓരോ ഗ്രാമത്തിന് ഓരോ തലവൻ കാണും. ആ ഒരു തലവനായിരിക്കും ആ ഗ്രാമത്തിന്റെ ടാക്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ് മഹൽവാരി സിസ്റ്റം. ഓക്കെ, ഇവിടെ ഒരു ഓപ്ഷനിൽ ഉണ്ടായ ഒരു മിസ്റ്റേക്ക് ആണ്, ഇതാണ് കൃത്യമായിട്ടുള്ള. രണ്ടും സെയിം ഓപ്ഷൻ ആണേ. Then next ആണ്, അക്കോർഡിംഗ് ടു ടി ഷാനിൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെസന്റ് സൊസൈറ്റി? ടി ഷാനിനെ സംബന്ധിച്ച് പെസന്റ് സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അതായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചില്ല. ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതും കൂടെ പഠിച്ചങ്ങ് പോവുക. ടി ഷാനിനെ സംബന്ധിച്ച്, അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പെസന്റ് സൊസൈറ്റി, റൂറൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പെസന്റ് സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പം ടി ഷാനിനെ സംബന്ധിച്ച് പെസന്റ് സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഈ ഉള്ളതിൽ ഏതൊക്കെയാണ്? ഫാമിലി ലേബർ ആണോ? പ്രൊഡക്ഷൻ ഫോർ മാർക്കറ്റ് സിസ്റ്റം, പ്രൊഡക്ഷൻ ഫോർ മാർക്കറ്റ് ഉണ്ട്. അഗ്രികൾച്ചർ ആസ് എ വേ ഓഫ് ലൈഫ്, ഡിപ്പെൻഡൻസ് ഓൺ അർബൻ മീൻസ്, ദെൻ അണ്ടർ ഡോഗ് പൊസിഷൻസ്. ഇതിലേതാണ്? എ, ബി ആൻഡ് സി, എ, സി ആൻഡ് ഇ സെക്കൻഡ് ഓപ്ഷൻ, ബി, സി ആൻഡ് ഡി, ആൻഡ് ദെൻ സി, ഡി, ഇ. ഇതിലേതാണ്? ആൻസർ എ, സി ആൻഡ് ഇ ഉള്ളി. അപ്പം ഷാനിനെ സംബന്ധിച്ച് ഏതൊക്കെയാണ്? ഷാനിനെ സംബന്ധിച്ച് ഒരു പെസന്റ് സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്ന് ഫാമിലി ലേബർ ആയിരിക്കും അവിടെ. ഓക്കെ, ദെൻ 2 അഗ്രികൾച്ചർ ആസ് എ വേ ഓഫ് ലൈഫ് ആയിരിക്കും. ദെൻ അണ്ടർഡോഗ് പൊസിഷൻ ആയിരിക്കും. ഈ 3 ടൈപ്പാണ് ഈ പെസന്റ് സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അക്കോർഡിംഗ് ടു ടി ഷാനിൻ. ഈ അണ്ടർഡോഗ് പൊസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോമ്പറ്റീഷനിൽ കുറെ കൂടെ വീക്കായിട്ട് നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ അണ്ടർഡോഗ് പൊസിഷൻ, അവർ മുന്നോട്ട് വരാൻ സാധ്യത ഇല്ലാത്ത രീതിയിലുള്ള അങ്ങനത്തെ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നതാണ് ഈ റൂറൽ സൊസൈറ്റി അല്ലെങ്കിൽ പെസന്റ് സൊസൈറ്റി എന്നാണ് അക്കോർഡിംഗ് ടു ടി ഷാനിൻ പറയുന്നത്. അപ്പോൾ ഇത് 3 ഫാമിലി ലേബർ, അഗ്രികൾച്ചർ ആസ് എ വേ ഓഫ് ലൈഫ്, ദെൻ അണ്ടർഡോഗ് പൊസിഷൻസ്. ദെൻ ഡീപെസന്റൈസേഷൻ എസെൻഷ്യലി മീൻസ്, എന്താണ് ഡീപെസന്റൈസേഷൻ? The shrinking size of peasants practices or small producers from land, the condition in which a person or community takes up cooperative farming, the condition in which a person changes his occupation and marriage pattern, the condition in which a person becomes millionaire. ഇതിൽ ഏതാണ് ഡീപെസന്റൈസേഷൻ? എ ആണ്. The shrinking size of peasants practices or small producers from the land. അതായത് അവരുടെ സ്മോൾ മീൻസ് അവരുടെ ഒരു ഷ്രിങ്കിങ് സൈസ് ഓഫ് പെസൻസ് പ്രാക്ടീസസ് ഓർ സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ഫ്രം ദ ലാൻഡ്. ഓക്കെ, അവർ കുറഞ്ഞു വരുന്ന ആ ഒരു പ്രോസസ്സാണ് ഡീപെസന്റൈസേഷൻ. Then next, given below are 2 statements. Gentrification is a process of moving wealth back into the metropolis.
Then gentrification in Europe and the United States is a process which has often worked to the benefit of ethnic minorities and at the expense of white people. ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നുണ്ട്, രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുണ്ട്. ഒന്ന് ശരി രണ്ട് തെറ്റ്, ഒന്ന് തെറ്റ് രണ്ട് ശരി. ഇതിൽ ഏത് ഓപ്ഷൻ ആണ്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. അതായത് ജെൻട്രിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലുള്ള പ്രോസസ്സ് എന്തുവാണ്? മൂവിങ് വെൽത്ത് ബാക്ക് ഇൻ ടു മെട്രോപോളിസ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജെൻട്രിഫിക്കേഷനിൽ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. മൂവിങ് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് മൂവിങ് വെൽത്ത് ബാക്ക് ഇൻ ടു ദ മെട്രോപോളിസ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 എന്നുള്ളത് ഇവിടെ തെറ്റാണ്. ഓക്കെ, അതല്ല ജെൻട്രിഫിക്കേഷൻ. സോ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ജോർജ് സിമ്മൽ, ലൂയിസ് വെർത്ത്, മാനുവൽ കാസൽസ് ആൻഡ് ഫെർഡിനാൻഡ് ടോണീസ്. അപ്പോൾ അവരുടെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറി പറയുന്നുണ്ട്. നെറ്റ്വർക്ക് സൊസൈറ്റി, മെട്രോപോളിസ് ആൻഡ് മെന്റൽ ലൈഫ്, ജസൽ ഷാഫ്റ്റ്, urbanism as a way of life. സോ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ആരെങ്കിലും ഒരാളെങ്കിലും ജസ്റ്റ് നോക്ക്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ പഠിച്ചതല്ലേ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ തന്നെ നമ്മൾ നോക്കിയിട്ടുള്ള ഡിസ്കസ് ചെയ്തത് ഓൾറെഡി. ഏത്? മാനുവൽ കാസ്റ്റൽസിൻ്റെയൊക്കെ. മാനുവൽ കാസ്റ്റൽസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച എന്താണ്? നെറ്റ്വർക്ക് സൊസൈറ്റി. നെറ്റ്വർക്ക് സൊസൈറ്റി ആരുടെയാണ്? മാനുവൽ കാസ്റ്റൽസിൻ്റെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ്. അതിൽ പറയുന്ന മെയിനായിട്ട് പറയുന്ന കുറച്ച് തിയറി ഒക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നെറ്റ്വർക്ക് സൊസൈറ്റി. അപ്പോൾ C1 ആണെന്ന് നമുക്ക് കിട്ടി. നോക്കിയേ ഓപ്ഷൻ നോക്കിയേ. C1 ഉള്ളത് രണ്ടെണ്ണം ഉണ്ട്, ഒന്നും ഉണ്ട് മൂന്നും ഉണ്ട്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് നമുക്ക് ജോർജ് സിമ്മലിനെ തന്നെ എടുക്കാം. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ജോർജ് സിമ്മലിനെ പറ്റി പഠിച്ചു. ജോർജ് സിമ്മൽ ആരാണ്? ഫാദർ ഓഫ് അർബൻ സോഷ്യോളജി. ഇദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള വർക്കാണ് മെട്രോപോളിസ് ആൻഡ് മെന്റൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ അതിൽ പഠിച്ചു. അപ്പം A2 C1 ഓപ്ഷൻ ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷനാണ്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം B. ലൂയിസ് വെർത്തിന്റെ വർക്കാണ് അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ മാനുവൽ കാസ്റ്റൽസ് ഓഫ് കോഴ്സ് നെറ്റ്വർക്ക് സൊസൈറ്റി. ദെൻ ഫെർഡിനാൻഡ് ടോണീസിന്റെ ആണ് ജസൽ ഷാഫ്റ്റ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള. ഓക്കെ, നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ദെൻ 10th question. Which were the general land tenure systems prevalent in rural India before independence? ഇൻഡിപെൻഡൻസിന് മുമ്പ് നമ്മളുടെ റൂറൽ ഇന്ത്യയിൽ പ്രൊവൈൽ ചെയ്തിരുന്ന മെയിനായിട്ടുള്ള ലാൻഡ് ടെന്യൂർ സിസ്റ്റംസ് ഏതൊക്കെയാണ്? ജമീന്ദാരി, സജ്ജേദാരി, റയത്വാരി, ഹവൽദാരി, മഹൽവാരി. ഇതിലാകെ കേട്ടിട്ടുള്ള നമ്മൾ ഏതൊക്കെയാണ്? ജമീന്ദാരി കേട്ടിട്ടുണ്ട്, റയത്വാരി കേട്ടിട്ടുണ്ട്, മഹൽവാരി കേട്ടിട്ടുണ്ട്. അത് മൂന്നുമല്ലേ? സജ്ജേദാരി, ഹവൽദാരി ഒന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. സോ A, C and E. ഓക്കെ, ക്ലിയർ. സോ ഇത്രയാണ് നമുക്ക് 10 ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് ഇതിനു മുമ്പ് ചോദിച്ച് വന്നിട്ടുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നമുക്ക് കുറെ കൂടെ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ ലാൻഡ് ടെന്യൂർ സിസ്റ്റത്തിൽ നിങ്ങളൊരു ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. അതെവിടെയാണ് സ്ഥലം ബേസ് ചെയ്ത് തന്നെ പഠിക്കുക. അതിൻ്റെ ഓരോരോ കാര്യകാരണങ്ങളും കൂടെ പഠിക്കുക. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. സോ ഇത് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. So hope you understand and thank you.